Hi friends, welcome to Shame's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ചോറിന്റെ കൂടെ നല്ല സൂപ്പർ സൈഡ് ആയിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി. കടുകിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5 ചെറിയ വെളുത്തുള്ളി അല്ലി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. വെളുത്തുള്ളി അല്ലി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. പിന്നീട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 4 വറ്റൽമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ വറ്റൽമുളകും കൂടി ചേർക്കാം. വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ലൈറ്റായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് അത്യാവശ്യം വലിയ സവാളയിൽ ഇതുപോലെ ഒരു സവാള ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സവാള നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങിയാൽ മാത്രം മതിയാവും. അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ഒരു ആവശ്യമില്ല. വളരെ പെട്ടെന്നും വളരെ രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഈ മെഴുക്കുവരട്ടി. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. കോവയ്ക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതായത് അതിൽ നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങുന്ന ഈ ഒരു സമയമാണ്. ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി അതുപോലെ തന്നെ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. മുളകിൻ്റെ എരിവ് കുറച്ച് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കൂടുതലായിട്ട് പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയാണ്. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പെരിഞ്ചീരകം ചേർക്കാറില്ല. പക്ഷേ ഇതുപോലെ ഒരല്പം പെരിഞ്ചീരകം കൂടി ചേർത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി വരട്ടെ. ആ പച്ചമണം എല്ലാം ഒന്ന് മാറി തുടങ്ങട്ടെ. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എങ്കിൽ പിന്നെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം അളവിലാണ് ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിക്കാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അരിഞ്ഞെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാവുന്നതാണ്. കോവയ്ക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇതുവരെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ ഇതിലേക്ക് വെള്ളം കൂടി ഒന്ന് ചേർക്കുകയാണ്.
ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ കടായിക്ക് ചുറ്റിലുമായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളിത് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ ഈ കോവയ്ക്കൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അടച്ചു വെച്ചിരിക്കാം കുറച്ച് സമയം വരെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. അതായത് നന്നായിട്ടൊന്ന് സിമ്മിലിട്ടതിന് ശേഷം പിന്നീട് ബാക്കി മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഏകദേശം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ അത് അടിച്ച് പിടിക്കും. അതിൻ്റെ പേരിലാണ് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് വേണം നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. വളരെ രുചികരമായിട്ടുണ്ടാവും. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലൊരു കോവയ്ക്ക മെഴുക്ക് വരട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കഴിക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ലാസ്റ്റിൽ ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.